ആഡംബരത്തിൻ്റെ അവസാന വാക്ക് എന്നും പറഞ്ഞിട്ട് മാർക്കറ്റിലേക്ക് വന്ന ഒരു ബ്രാൻഡ് ലെക്സസ്. ചുമ്മാ അങ്ങനെ ഒന്നല്ല. ടൊയോട്ട എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പണ്ടിട്ടോ, വളരെ പണ്ട് ടൊയോട്ട കല്ലൻ ലാൻഡ് ക്രൂയിസറുകളായിട്ട് SUV മാർക്കറ്റ് കൊടി കുത്തി വാണേറുന്ന സമയം ഇവർക്ക് ഈ യൂറോപ്യൻ US മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം വന്നു. കാരണം അവിടെ ആണല്ലോ ക്യാഷ് എടുക്കണത്. പക്ഷേ ചുമ്മാ അങ്ങനെ പോകാനും പറ്റില്ല. കാരണം ഈ ടൊയോട്ടയും കൊണ്ട് ഈ ലാൻഡ് ക്രൂയിസറും കൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ല. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് കോമ്പീറ്റ് ചെയ്യേണ്ടത് മെർസിഡീസ്, BMW, ലാൻഡ് റോവർ ടീമുകളോടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മമാർക്ക് എന്ത് വേണം? ലക്ഷറി വേണം. അങ്ങനെ ഇവരെടുത്തൊരു ഐഡിയ ആണ് നമുക്ക് പുതിയൊരു ലക്ഷറി ലൈനപ്പ് ഉണ്ടാക്കാന്നുള്ളത്. അങ്ങനെ ടൊയോട്ടയുടെ കുറേ എൻജിനീയേഴ്സും ഡിസൈനേഴ്സും ഉമ്മമാരൊക്കെ കൂടെ കുറേ നാൾ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് സാധനം ഇവർ സെറ്റാക്കി. ഈ ലെക്സസ് എന്നുള്ള പേരൊന്നുമില്ല. ഫ്ലാഗ്ഷിപ്പ് മോഡൽ F1 അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരു സീക്രട്ട് പ്രോജക്റ്റ് മാതിരി സാധനം വർക്കൗട്ട് ചെയ്ത് അങ്ങനെ ഒരു ഫസ്റ്റ് ഉണ്ടാക്കിയ വണ്ടി, ലെക്സസ് ഫസ്റ്റ് ഉണ്ടാക്കിയ വണ്ടിയാണ് LS 400. ഈ സാധനം യൂറോപ്യൻ മാർക്കറ്റിലേക്ക് അങ്ങ് വിട്ട് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ അങ്ങനെ എന്തെന്ന് പറഞ്ഞാൽ മാർക്കറ്റിനെ അങ്ങ് ഞെട്ടിച്ച് കളഞ്ഞു. അതായത് ലക്ഷറി എന്ന് പറഞ്ഞാൽ അമ്മാതിരി ലക്ഷറി. മെർസിഡീസും BM ഒക്കെ വൻ എമൗണ്ടിന് കൊടുത്തുകൊണ്ടിരുന്ന സാധനം ഇവർ ടൊയോട്ടനേക്കാൾ ഒരു ഇച്ചിരി കാശ് കൂടുതലിന് ഇവർ സാധനം മാർക്കറ്റിൽ അങ്ങ് കൊണ്ടുവന്ന്. അത് എന്താണ് പറയുന്നത്? മാസ്മരിക പ്രകടനം. വാഹനപ്രേമികൾ അന്നത്തെ ആൾക്കാർ ഒരു കൂട്ടത്തോടെ വന്ന് ഈ വണ്ടികൾ കംപ്ലീറ്റ് വാങ്ങിച്ചങ്ങ് വിജയിപ്പിച്ച് കൈ കൊടുത്ത്. അത് LS എന്ന് പറഞ്ഞാൽ വണ്ടി മനസ്സിലായില്ല. ആ ഒരു കെട്ടുവള്ളം മാതിരി കിടക്കണ ലോങ് ഒരു സാധനം, സെഡാൻ കാറാണ് സാധനം, പ്രീമിയം സെഡാൻ. ഇപ്പോഴും ആ വണ്ടിക്ക് ഇവിടെ ഭയങ്കര ഡിമാൻഡാണ്. ഇവിടെ ഈ സ്കൂൾ കോളേജ് പിള്ളേരുടെ ഇടയിലൊക്കെ സാധനത്തിന് വൻ ആവശ്യക്കാരുണ്ട്, ഒരുപാട് ആവശ്യക്കാരുണ്ട്. കാരണം അജാതി സ്പേസാണ്, എന്ത് പരിപാടി നടക്കും ഇതിൻ്റെ ഉള്ളിൽ. ലെക്സസിൻ്റെ കഥ അതോടെ കിട്ടെ. ഇത് രണ്ടും പറഞ്ഞാൽ ലെക്സസിൻ്റെ SUV ലൈനപ്പിലെ ലെക്സസിൻ്റെ ഫ്ലാഗ്ഷിപ്പ് മോഡൽസ് LX 570, LX 700. LX 570 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2021-22 വരെ 22ഓടുകൂടെ LX 570യുടെ കാര്യം തീരുമാനമായി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത മോഡലായിട്ട് വന്നതാണ് LX 700. സംഭവം രണ്ടും ഒന്നിനൊന്നും മെച്ചാണ്. ഇത് രണ്ടു മാത്രമല്ല, ഇവരെ മുമ്പത്തെ ഒരു മോഡലുണ്ട് LX 470, 470 460 അങ്ങനെ വരണം. അതും ഭയങ്കര കിടിലാണ്. LX സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനം എന്താണ് പറയുന്നത്, വൻ തരംഗമായി മാറി. അതായത് മെയിൻലി ഇതിൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റി, അതായത് ഏത് ടൈപ്പ് ജോഗ്രഫിക്കൽ കണ്ടീഷനിലും ഏത് ടൈപ്പ് ടെറൈനിലും ഫുൾ ലക്ഷറിയിൽ നല്ല ചില്ലായിട്ട് പോകാൻ പറ്റിയ ആ ഒരു സെറ്റപ്പ്, അത് അങ്ങ് യൂറോപ്പിലും US അങ്ങ് ആൾക്കാർക്ക് അങ്ങ് നന്നായി ബോധിച്ചു. പിന്നെ 7 പേർക്ക് പോവാം. 7 സീറ്റർ വണ്ടി അന്നത്തെ 7 സീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 5 ആളിൽ കൂടുതൽ പോണ വണ്ടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ബസ്സോ മിനി വാനോ അങ്ങനത്തെ ഒക്കെ വേണമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് ഒരു SUV കാർ ഒരു ഫാമിലിയിൽ എല്ലാവർക്കും കൂടെ ഫുൾ ലക്ഷറിയിൽ പോകാൻ പറ്റിയൊരു വണ്ടി ടൊയോട്ട കൊണ്ട് കൊടുത്തപ്പോൾ ആൾക്കാർ അതങ്ങ് ഏറ്റെടുത്ത്. അങ്ങനെ തന്നെ വേണം പറയാനായിട്ട്. LX 570 ഞാൻ ആദ്യമായിട്ട് LX 570 കയറുന്നത് 2016 ഞെട്ടിപ്പോയി. ആദ്യമായിട്ടാണ് അത്രയും ലക്ഷറി ഉള്ള ഒരു വണ്ടി കാണുന്നത്. അതെ ഇപ്പോഴും അതായത് 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴും എനിക്ക് ഈ LX 570 കയറുമ്പോൾ അന്നത്തെ ആ ഒരു കോരിത്തരിപ്പും രോമാഞ്ചൊക്കെ എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യും. കാരണം അതേമാതിരി തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു വണ്ടിയാണ് LX 570. അതായത് 5.7 ലിറ്റർ എഞ്ചിൻ. 5.7 ലിറ്റർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു ബസ്സിൻ്റെ ഒക്കെ എഞ്ചിൻ പോലത്തെയാണ്. ഈ എഞ്ചിനെ അത്രയും പവർ കൊടുക്കുന്ന ആ ഒരു എഞ്ചിനെ റിഫൈൻ ചെയ്ത് ഇങ്ങനെ അത്രയും സ്മൂത്താക്കി എന്താണ് പറയണത്, നമുക്കിങ്ങനെ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു, അതായത് 8 സിലിണ്ടർ വർക്ക് ചെയ്യണമെന്ന് നമ്മൾ അറിയുക പോലുമില്ല. വണ്ടി ഇങ്ങനെ നമ്മൾ കാല് കൊടുക്കുമ്പോൾ നമ്മളെയും വലിച്ചങ്ങ് കൊണ്ടുപോകും. ലൈക്ക് നമ്മുടെ ആത്മാവെടുത്തിട്ട് ബോഡിനെയും വലിച്ച് പോകുന്നൊക്കെ പറഞ്ഞ മാതിരത്തെ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ പോകും വണ്ടി. ഭയങ്കര കിടിലാണ്. 8 സ്പീഡ് ട്രാൻസ്മിഷൻ, അതായത് ലൈക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ഒന്നും നമുക്ക് ഫീൽ പോലും ചെയ്യൂല. വണ്ടി ഒന്നും അറിയിക്കാതെ എല്ലാം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഈ വണ്ടി നമ്മളെ എന്താണ് പറയുന്നത് പാമ്പർ ചെയ്ത് അങ്ങ് കൊണ്ടുപോകുന്നുള്ളതാണ്. വമ്പന്മാർക്കുള്ള ഒരു പണിയാണ് ലെക്സസ് എന്ന് നമ്മൾ പറഞ്ഞല്ല. അതിലെ ഫസ്റ്റത്തെ ആണിയായിട്ട് എനിക്ക് തോന്നിയത് ഈ സാധനമാണ്, ക്ലോക്ക്. അതായത് റോൾസ് റോയ്സിന് ഡയറക്റ്റ് ചലഞ്ച്. റോൾസ് റോയ്സിലായിരുന്നു അന്ന് ഇതേമാരത്തെ ഒരു ക്ലോക്കിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വന്ന ഒരു സാധനം, അനലോഗ് ക്ലോക്ക് കൊടുത്തിട്ടുള്ള ഒരു സാധനം. അത് സെയിം അതേമാതിരി തന്നെ ഇതിലങ്ങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി കൺട്രോൾസും പരിപാടിയൊക്കെ ആയി കഴിഞ്ഞാൽ ലൈക്ക്
അന്നത്തെ കാലത്തിട്ടാ. ഇന്നിപ്പോൾ ഇതിനേക്കാളൊക്കെ എന്താണ് പറയുന്നത്, ടെക്നോളജിക്കലി അഡ്വാൻസ്ഡും ഇൻറ്റീരിയറും മോർ ബ്യൂട്ടിഫുള്ളും അല്ലെങ്കിൽ ഇതൊക്കെ ആയിട്ടുള്ള ഒരുപാട് വണ്ടികളുണ്ട്. പക്ഷെ അന്ന് ഇതേമാതിരത്തെ ഒരു സംഭവം ലെക്സസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും ആൾക്കാർക്ക് ഒരു കോക്ക്പിറ്റിൻ്റെ ഫീലാണ് കൊടുത്തത്. ലൈക്ക് ഒരു പൈലറ്റ് കോക്ക്പിറ്റിൽ ഇരുന്നിട്ടുള്ള പിക്ചേഴ്സൊക്കെ കാണില്ല, അതേമാതിരത്തെ ഒരു പരിപാടി. ഗംഭീര സ്വിച്ചുകളും, ഈ സ്വിച്ചിലൊക്കെ ലൈറ്റ് കത്തും രാത്രി, ഇത് കാണാൻ വേറെ ലെവലാണ്. പിന്നെ അതേമാതിരി തന്നെ ഇവിടുത്തെ കൺട്രോൾസും പരിപാടികളൊക്കെ. പിന്നെ അന്നത്തെ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഹീറ്റിങ്ങും കൂളിങ്ങും ഉള്ള സീറ്റ്, പിന്നെ സീറ്റൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനൊരു മെമ്മറി സേവ് ചെയ്ത് വെക്കാനുള്ള സിസ്റ്റം, പിന്നെ ഈ പറഞ്ഞ ഒരു ജോയ്സ്റ്റിക്ക് മാരത്തെ കൺട്രോളിങ്, ഇൻഫോർടൈൻമെൻറ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഈ ഒരു പരിപാടി, ഇതൊക്കെ അന്ന് ഹെവി കാറുകളിൽ മാത്രമേ ഉള്ളൂ. അതായത് ഒരു 1 million dirhams അബോവ് വരുന്ന വണ്ടികളിലുള്ള സിസ്റ്റംസ് ഒക്കെ ആണ് ലെക്സസ് ഈ ഒരു പ്രൈസിന്. അന്ന് ആ സമയത്ത് ഈ വണ്ടിക്ക് ഇപ്പോൾ എൻ്റെ ഒരു ഒരു അസംഷൻ കറക്റ്റ് ആണെങ്കിൽ ഒരു 300,000 to 400,000, ഒരു 3-4 ലക്ഷത്തിൻ്റെ ഇടയിലാണ് പല വേരിയൻസിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസിൽ ഇത്രയും സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ലേ? കാരണം അന്നത് ഇവിടുത്തെ ഈ ഒരു മാർക്കറ്റിൻ്റെ, മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിൻ്റെ കാര്യം പറയാട്ടാ. ഈ അറബ്സ് എന്നൊക്കെ പറഞ്ഞാൽ ലെക്സസ് ലാൻഡ് ക്രൂയിസറായിട്ട് അവർ ഓൾറെഡി അവർക്ക് ഭയങ്കരമായൊരു ആത്മബന്ധമാണ്. അതിൻ്റെ മേലെ കൂടെ അവർ ഇജാതി ഫെസിലിറ്റിയും ഇജാതി ലക്ഷറി സംഭവം കൂടെ കൊടുത്തോടുകൂടെ എന്തെന്ന് പറയണേ ഇവരെ അങ്ങനെ ഏറ്റെടുത്ത്. ഇപ്പം നേരത്തെ നമ്മൾ ഈ കോക്ക്പിറ്റിൻ്റെ കഥ പറഞ്ഞു. ഇപ്പോൾ ഈ സ്വിച്ചസും കാര്യങ്ങളൊക്കെ, അതായത് ഇതിന് പല ഡ്രൈവ് മോഡ്സ് ഉണ്ട്. നമ്മൾ ലാൻഡ് ക്രൂയിസർ അല്ലെങ്കിൽ ആ ഒരു FJ ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ 4 വീൽ അങ്ങ് ഇട്ടിട്ട് പിന്നെ അങ്ങ് ചവിട്ടലാണ്, വേറെ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. പക്ഷേ ഈ കുറേ കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ഇമാതിരി വണ്ടികളിലേക്ക് വരുമ്പോൾ ഇതിൽ നമുക്ക് ഓരോ ഡ്രൈവ് മോഡ്, പല പല ഡ്രൈവ് മോഡ് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ട്രാക്ഷൻ കൺട്രോൾ ആയിക്കോട്ടെ, ABSന് ഇത് ഡിഫറൻഷ്യൽ, ഫ്രണ്ട് ആൻഡ് ബാക്ക് സെപ്പറേറ്റ് ലോക്കിങ്, അങ്ങനത്തെ നമ്മുടെ ഫഹദ് വിപിയുടെ ഒക്കെ വീഡിയോസൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമുക്കിത് യൂസ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നല്ലാണ്ട് ഇതിങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള വല്ല കഴിവിച്ചിരി കുറവാണ്. പിന്നെ അതേമാതിരി തന്നെ ഈ L4L 4H എന്ന് പറയും നമ്മൾ നോർമലി പറയുകയാണെങ്കിൽ. ഇതിലും അങ്ങനെയൊക്കെ തന്നെ. അതൊക്കെ ഇതിൽ ജസ്റ്റ് സ്വിച്ചുമാണ് പരിപാടി. മറ്റേ നമ്മൾ ഈ ഗിയർ ലിവറൊക്കെ വലിച്ചിട്ട് ഇതാക്കണം, അതിന് പറയുന്നത് ജസ്റ്റ് സ്വിച്ച് ഇങ്ങനെ ഇതാക്കിയാൽ മതി. 4L 4Hക്കൊക്കെ ഈസി ആയിട്ട് മാറിക്കോളും. പിന്നെ ഹൈറ്റ് കൺട്രോളിങ് ഒക്കെ ഭയങ്കര രസമാണ്. വണ്ടി ഇങ്ങനെ കറക്റ്റ് പൊന്തി താന്ന് ഫുൾ ലോ ഹൈറ്റിലാണ് എടുക്കണേ. അതായത് ഹൈവേ റണ്ണിങ്ങിൽ, ഹൈവേയിൽ ഹൈ സ്പീഡിൽ പോകാനുള്ള. ഇനിയിപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ സ്വിച്ച് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സാധനം മേപ്പെട്ടാ പോവും. ഉണ്ടോ? സിമ്പിൾ പരിപാടിയാണ്. അതായത് നമുക്കിപ്പോൾ ഓഫ് റോഡ് പോകണം, അല്ലെങ്കിൽ ലൈക്ക് നമ്മളൊരു ഹൈവേ കൂടെ പോയിട്ട് നമ്മൾ ജസ്റ്റ് റോട്ടിൽ എന്തെങ്കിലും ഒരു ഡൈവേഷൻ എടുക്കണം, ഇച്ചിരി ഉൾവഴി കൂടെ കയറി കട്ടക്കല്ലൊക്കെ ഉള്ള റോട്ടിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്താൽ വണ്ടി ഇതേമാതിരി പൊന്തി ഫുൾ ഹൈറ്റിൽ അങ്ങ് ചെന്ന് നിൽക്കും. ഇനി നമുക്ക് ഓഫ് റോഡിങ്, ഇപ്പോൾ വണ്ടി ഓഫ് റോഡ് റെഡിയാണ്. ഇനി അങ്ങോട്ട് 4 വീലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഏത് ടെറൈനിൽ കൂടെയും അനായാസം സാധനം അങ്ങ് പോകും. അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതേമാതിരി താത്തി നോർമൽ ഹൈറ്റിലേക്ക് കൊണ്ടുവരാം. ഇതിപ്പോൾ നോർമൽ ഹൈറ്റ്, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ലോ ആക്കാം. ഈ സിസ്റ്റമൊക്കെ ലെക്സസ് ഒരുപാട് നാൾ മുമ്പ് കൊണ്ടുവന്നിട്ടാ. പഴയ ലാൻഡ് ക്രൂയിസർ 200ൻ്റെ പ്ലാറ്റ്ഫോമിലാണ് LX 570 ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ. അതേമാതിരി തന്നെ പുതിയ LC 300, അതായത് 2022 മോഡൽ LC 300ൻ്റെ ഷാസിനെ അൾട്രാ ഹെവി ലക്ഷറി ആക്കി മാറ്റിയതാണ് LX 600. LX 600 2022 ഒന്ന് 2025 ആയപ്പോഴേക്കും LX 700 ആയി. അതായത് സെയിം സാധനം തന്നെ, പക്ഷേ ഹൈബ്രിഡ്. LX 570 5.7 ലിറ്റർ, അതായത് ബിഗ് എഞ്ചിൻ, 8 സിലിണ്ടർ ബിഗ് എഞ്ചിനായിരുന്നെങ്കിൽ LX 600 അല്ലെങ്കിൽ LX 700ലേക്ക് വന്നപ്പോൾ 3.5 ലിറ്റർ ട്വിൻ ടെർബോ എഞ്ചിനായി മാറി. പക്ഷേ ടോർക്കും പവറൊക്കെ അതിനോട് ഒപ്പമോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലുണ്ട്. അല്ലാണ്ട് ഒന്നും കുറഞ്ഞിട്ടില്ല. എഞ്ചിൻ്റെ സൈസ് കുറഞ്ഞെന്ന് വെച്ചിട്ട് പവറും ഇതൊന്നും കുറഞ്ഞിട്ടില്ല, എല്ലാം കൂടിയിട്ടുള്ളൂ. ഇതിപ്പോൾ സീറ്റൊക്കെ മടക്കിയിട്ടേക്കണുണ്ടോ, മടക്കി വെച്ചിട്ട് ബൂട്ട് സ്പേസ് ഇതാക്കിയിട്ട്. പിന്നെ ഇത് പൊന്തിക്കാനൊന്നും ബാക്കി വണ്ടികളെ മാതിരി നമ്മൾ കഷ്ടപ്പെട്ട് പിടിച്ച് വലിച്ച് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കംപ്ലീറ്റ് സ്വിച്ചുമല്ല പരിപാടി. സ്വിച്ച് ഇങ്ങനെ ഒക്കെ പിടിച്ച് കഴിഞ്ഞാൽ സാധനം പൊന്തിങ്ങ് വരും. സീറ്റാ വരണേ. പിന്നെ അതേമാതിരി തന്നെ തിരിച്ച് പോവുകയും ചെയ്തോളൂ. നമുക്ക് എക്സ്ട്രാ ബൂട്ട് സ്പേസും പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട്. 3.5 ലിറ്റർ ട്വിൻ ടെർബോയിൽ 10 സ്പീഡ് ട്രാൻസ്മിഷൻ,
10 സ്പീഡാണ് ട്രാൻസ്മിഷൻ. അതായത് ഗിയർ ഷിഫ്റ്റ് ഒന്നും എന്താണ് പറയുന്നത്, നമ്മൾ തരി പോലും നമുക്ക് മനസ്സിലാവില്ല. വണ്ടി ഓണായി സ്റ്റാർട്ടിങ്ങിൽ നിൽക്കുന്നുള്ള പോലും നമുക്ക് മനസ്സിലാവില്ല. കാരണം അതേമാതിരി സൈലൻ്റ് ആ വണ്ടി. പിന്നെ ഇത്രയും ഈ പറഞ്ഞ പവറും ട്രാൻസ്മിഷൻ ഇതൊക്കെ വെച്ചിട്ട് സാധനം ഹൈവേയിൽ അങ്ങ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലല്ല വെടി ഉണ്ട പോണ മാതിരിയാ പോവാ, ഒരു രക്ഷയില്ല. ഗംഭീരപ്പെടെ LX 700-ൻ്റെ ഇൻറ്റീരിയർ പാർട്ടിക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അനദർ ലെവൽ ഗൈസ്. നമ്മൾ ഈ എന്താണ് പറയുന്നത്, ലെക്സസിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഇവർ ചെയ്തുകൊണ്ട് നിന്നിരുന്നതിൻ്റെ അടുത്തൊരു ലെവല്. ഓക്കെ, ലൈക്ക് ഇറ്റ് ലുക്സ് ലൈക്ക് ദേ വർ വെയിറ്റിംഗ് ഫോർ ദിസ്. അതേമാതിരിയാണ് ചെയ്ത് വെച്ചേക്കണത്. അതായത് 3 സ്ക്രീനാ പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇവിടെ ഇതിൽ നമുക്ക് വണ്ടിയുടെ ഫുൾ സെറ്റപ്പ് പരിപാടികളൊക്കെ ചേഞ്ച് ചെയ്യണത് ഇവിടെയും അതൊക്കെ തന്നെ. ഡ്രൈവിംഗ് അസിസ്റ്റ്, ട്രിപ്പ് ഇൻഫർമേഷൻ, ടയർ പ്രഷർ, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഈ ഡ്രൈവ് അസിസ്റ്റൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ലെക്സസിൻ്റെ ഡ്രൈവിംഗ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് പറയുന്നത്, ഈ BMW അല്ലെങ്കിൽ മെർസിഡീസ് അല്ലെങ്കിൽ റേഞ്ച് റോവറിൻ്റെ ഒക്കെ ഹൈ എൻഡ് മോഡൽസിലൊക്കെ കാണുന്ന എല്ലാ പരിപാടിയും ഇതിലുണ്ട്. ലൈക്ക് ലൈൻ അസിസ്റ്റ്, വണ്ടി ഇപ്പം നമ്മൾ ഉറങ്ങിപ്പോണെങ്കിൽ അപ്പുറത്തെ ലൈനിൽ പോകണമെങ്കിൽ വണ്ടി തന്നെ തിരിച്ച് ഇപ്പുറത്ത് കൊണ്ടുവന്ന് നിർത്തി തരാം. ലൈക്ക് അങ്ങനത്തെ ഒക്കെ പരിപാടി ഉണ്ടല്ലോ. ടേണൊക്കെ വരുമ്പോൾ തന്നെ എടുത്ത് ടെസ്റ്റിലൊക്കെ കൊണ്ടുവന്ന ആ ഒരു പരിപാടി, ആ വക സകല പരിപാടികളും ഉണ്ട്. പിന്നെ സീറ്റ് കൂളിങ്, ഹീറ്റിങ്, ലൈക്ക് മെമ്മറി, അതായത് പഴയ എല്ലാ സംഭവങ്ങളും കുറേയും കൂടെയും എന്താണ് റിഫൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ കുറേ കൂടെ അഡ്വാൻസ്ഡ് ആക്കിയിട്ട് ഇതിൽ കൊണ്ടുവന്നേക്കണത്. പിന്നെ സ്റ്റിയറിംഗും ഒക്കെ ഒരു ലോഡ് സ്വിച്ചാണ്. ഇതൊക്കെ പഠിച്ചു വരാൻ തന്നെ കുറേ സമയം എടുക്കും. ഓക്കെ, ഇത് F സ്പോർട്ട് എന്ന് പറഞ്ഞ മോഡലാണ് ഇത്. ഇനി ഇതിൽ തന്നെ ലക്ഷറി മോഡൽസ് ഉണ്ട്. എക്സിക്യൂട്ടീവ്, VIP, കൂറോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു മോഡലുണ്ട്. ഫുൾ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ കട്ട ബ്ലാക്ക്, എല്ലാ പാർട്ടും ബ്ലാക്കൊക്കെ ആക്കിയിട്ട് ഉള്ളൊരു ഗംഭീര സാധനം. പിന്നെ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ട് മറ്റേ 4 പേർക്ക് മാത്രം പോകാൻ പറ്റുന്നൊരു മോഡലുണ്ട്. അത് ബാക്കിലൊക്കെ മറ്റേ VIP ലക്ഷറി സീറ്റ്, കാലൊക്കെ ഇങ്ങനെ നിർത്തി വെച്ചിരിക്കാൻ പറ്റുന്ന ടൈപ്പ്. അങ്ങനെ എന്താണ് പറയണത്, ലക്ഷറി. ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ആഡംബരത്തിൻ്റെ അവസാന വാക്ക് എന്ന് പറഞ്ഞത് ഇവന്മാർ അത് ശരിക്കും എന്താണ് പറയുന്നത്, അത് ശരിക്കും ഇതിലേക്ക് കാഴ്ച വെച്ചിട്ടുണ്ട് പരിപാടി. പിന്നെ മറ്റേതിൽ നമുക്ക് കുറേ സ്വിച്ചസ്, കുറച്ച് ഫിസിക്കൽ സ്വിച്ചസ് ആയിരുന്നു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പിടിച്ചിട്ട്. ഇതിൽ നിന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ടച്ച് മാറ്റത്തെ പരിപാടിയാണ്. ടച്ച് സ്വിച്ചുകളാണ് ഇതിൽ കംപ്ലീറ്റ് പരിപാടികൾ. പിന്നെ ബാക്കിയെല്ലാം എല്ലാ വണ്ടിയിലും ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ, പക്ഷെ എന്നാൽ കുറേയും കൂടെയും അടിപൊളി എന്ന് വേണം പറയാനായിട്ട്.